ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കിടിലൻ ചായക്കടി പരിചയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും അറിയുന്ന ചായക്കടി തന്നെയാണ് നമ്മുടെ നാടൻ ഉള്ളിവട. അപ്പോൾ നമുക്ക് ചായക്കടയിലൊക്കെ കിട്ടുന്ന ഉള്ളിവട എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് എൻ്റെ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 5 ഉള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി തന്നെ എടുത്തിട്ടുണ്ട്. ആ 5 ഉള്ളിക്ക് 3/4 കപ്പോളം കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പിലയും, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ട് ഞെരടി മിക്സ് ആക്കുക. നന്നായിട്ട് മിക്സ് ആവണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കി എടുത്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അപ്പോൾ ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഓരോ ഇതെടുത്തിട്ട് ബോൾസാക്കി എടുക്കുകയാണ്. എന്തിനാ വെച്ചാൽ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. എണ്ണയിലേക്ക് ഇടുമ്പോൾ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മാത്രം മതിയല്ലോ. അപ്പോൾ ഞാൻ എല്ലാം ഇതേപോലെ ബോൾസാക്കി എടുക്കട്ടെ. അപ്പോൾ ഞാൻ മൊത്തം ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ എണ്ണ അവിടെ നിന്ന് തിളച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഞാൻ ഓരോന്നും എടുത്ത് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം. ആ ഉരുളകളാക്കിയത് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം പരത്താൻ പറ്റുമോ അത്രത്തോളം പരത്താം കേട്ടോ. അത്രത്തോളം കട്ടി കുറയുന്നോ അത്രത്തോളം പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ. അല്ല പെട്ടെന്ന് ഉള്ളി ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിലിട്ട ഉള്ളി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് എണ്ണയും കുടിക്കും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ആവുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ലാസ്റ്റ് ഒന്നിട്ടത്, അതുകൊണ്ട് അത് കറക്റ്റ് വേവാത്തതുകൊണ്ട് ആദ്യം മറിച്ചിടാത്ത. ഇപ്പോൾ നമ്മുടെ എല്ലാ ഉള്ളിവടയും റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റിയിട്ട് എണ്ണ ഊറാൻ വേണ്ടിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് വെക്കാം. എന്തായാലും ഉള്ളിവടയാണ്ട് കുറച്ച് എണ്ണ കുടിക്കും. അപ്പോൾ അത് ഊറാൻ വേണ്ടി വെക്കണം. എന്തായാലും ഒരു ടിഷ്യൂ പേപ്പറോ അങ്ങനെ ആയിട്ടും വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സൂപ്പർ ഉള്ളിവടയാണ്. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും അറിയുന്ന കൂട്ടൊക്കെ ആയിരിക്കും ഇത്. അറിയാത്തവരുണ്ടെങ്കിൽ, ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചായക്കടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.